സോ നമ്മുടെ ആഫ്റ്റർ ലോങ് ടൈം നമ്മൾ അടുത്ത വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യല്ലേ. സോ വെൽക്കം ടു ഹലോ. സോ എന്തിന്റെ പുറപ്പാടാണ് നമ്മളിവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? നമ്മൾ ആദ്യമായിട്ട് നവരാത്രി ഡോൾസ് സെറ്റ് ചെയ്യാന്ന് വിചാരിക്കുകയാണ് വീട്ടില്. സോ ഞങ്ങൾ ലൈഫിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ക്രേ ബൊമ്മറ്റ് ഡോൾസ് എല്ലാം വാങ്ങിച്ചായിരുന്നു. കുറച്ചൊക്കെ പറഞ്ഞ് കേക്ക് പിന്നെ വായിച്ചു കുറേയൊക്കെ സെർച്ച് ചെയ്തു. ഓക്കെ നോക്കിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം 5 ഞങ്ങൾക്ക് മേടിക്കുമ്പോൾ ഇപ്പോൾ അവർ ചോദിച്ചാൽ എത്ര തട്ടാണ് മേടിക്കുന്നതൊക്കെ. അപ്പോൾ ഞങ്ങൾ ഒരു 3 അല്ലെങ്കിൽ 5 തട്ട്. അപ്പോൾ എൻ്റെ വായിൽ പെട്ടെന്ന് 5. അപ്പോൾ ഞങ്ങൾ 5 തട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തു. ഷർട്ടൊക്കെ സെറ്റ് ചെയ്തു. ഇനി ഓരോന്നോരോന്നായിട്ട് നമ്മളിപ്പോൾ മേടിച്ചതൊക്കെ ഐറ്റംസൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടോ. അപ്പോൾ ഐറ്റംസൊക്കെ ഇനി ഞങ്ങൾക്കിതെല്ലാം പൊളിച്ച് സെറ്റ് ചെയ്ത് അടുക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നൈറ്റ് സെറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നല്ല ചെയ്ത് നാളെ ഇതിൽ കലശം വയ്ക്കുന്ന ഒരു ഇതുണ്ട്, ചടങ്ങൊക്കെ ഉണ്ട്. ഇതൊക്കെ പറഞ്ഞു തന്ന അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഫസ്റ്റ് ടൈം ചെയ്യാണ്. സോ കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാകാതിരിക്കാം, അറിയില്ല എന്താ മിസ്റ്റേക്സ് ഓഫ്കോഴ്സ് ഉണ്ടാകും. ഞങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ഞങ്ങളുടെ നവരാത്രി ഡോൾ സെറ്റിംഗ് അതിനെന്താ ഒഫീഷ്യലി പറയണമെന്ന് എനിക്കറിയില്ല. സോ അപ്പോൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പാണ്. ഹരിശങ്കർ സോ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ശരിക്കും പൊളിക്കും. ഇപ്രാവശ്യം എന്താ വെച്ചാൽ ഞങ്ങള് ഡോല് സെറ്റ് ചെയ്യാനായിട്ട് എന്താ വിചാരിച്ചാൽ ഔട്ട്സൈഡ് അല്ല, വീട്ടിന്റെ വരാന്തയിൽ ചെയ്യാം. കാരണം ഇൻസൈഡ് വെക്കാന്ന് വെച്ചപ്പോ ഇവിടെ ഒരു വലിയൊരാളുണ്ടല്ലോ ഞങ്ങൾക്ക്. ആ വലിയ ആള് ഭയങ്കര ഡിസ്റ്റർബൻസ് ഒക്കെ ആയിരിക്കും ഞങ്ങൾ കരുതായിട്ട് ഞങ്ങൾ അതിനൊരു കവറൊക്കെ ചെയ്ത് ഒരു ഇൻസൈഡ് ഫീല് നമുക്ക് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ വയ്ക്കുന്നതിലുള്ളതെന്ന് വെച്ചാൽ അഷ്ടലക്ഷ്മി വെക്കുന്നുണ്ട്, മഹാദേവൻ, ബ്രഹ്മാവ്, വിഷ്ണു ഒക്കെ വെക്കുന്നുണ്ട്. പിന്നെന്തൊക്കെയാ വെക്കുന്നത്? ദശാവതാരങ്ങൾ വെക്കുന്നുണ്ട്. രാമൻ, സീത, ലക്ഷ്മണൻ വെക്കുന്നുണ്ട്, ദുർഗാദേവി വെക്കുന്നുണ്ട്, സരസ്വതി ദേവി ഉണ്ടാവുമല്ലോ, സരസ്വതി ദേവി, ലക്ഷ്മി ഒക്കെ വെക്കുന്നുണ്ട്. സോ അങ്ങനെ അതെ വെക്കുന്നുണ്ട്. ഞാനിത് മേടിക്കാൻ പോയപ്പോൾ ആദ്യം ചോദിച്ച സംഭവം എന്താ അറിയാം, ഇത് നിങ്ങൾക്ക് പണ്ട് തൊട്ടേ കാണുന്നൊരു സംഭവമല്ലേ, കൊമ്പുകൊലുസ്. ശരിക്കും ഈ സാധനം വെക്കാണ് പോയത്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അത്. ഇതെല്ലാം വച്ചിട്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഇത് സെറ്റ് ചെയ്തത്. ഇപ്രാവശ്യം എനിക്കറിയുന്ന കുറച്ച് വീടുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം അടുത്ത പ്രാവശ്യം ഇതിനേക്കാൾ നല്ലതായി ചെയ്യണം എന്നും ആഗ്രഹമുണ്ട്. സോ അപ്പോൾ ഞങ്ങളങ്ങനെ അപ്പം അതിൻ്റെ ഒരു സെറ്റപ്പിലൊക്കെയാണ് നൈറ്റ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കി രാവിലെ നമ്മൾ മെയിനായിട്ടുള്ള കലശം വച്ച് ദേവിയെ ഒരുക്കി ഇരുത്താനാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം രാവിലെ 6 മണി തൊട്ട് 8 മണിക്കകത്ത് ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അല്ല 6 to 8 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് കലശം സ്ഥാപിക്കണം. പൂജ പിന്നെ രാവിലെ വൈകിട്ടും ഒക്കെ പൂജ ചെയ്യണം. സോ ഈ 10 ദിവസം നോൺ വെജ് ഒന്നും ഇല്ല, ഫുൾ ഓഫ് വെജിറ്റേറിയൻ. അങ്ങനെയല്ലേ? മെയിൻ പൂജാരി ആരാ? എന്ത് പറയായിരുന്നു, എന്ത് ചെയ്താലും വൃത്തിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആ പണിക്ക് പോരുത്. അപ്പൊ ഞാൻ നോക്കി ഫൈൻ, ഞാൻ പണിയുന്നത് ചിലപ്പോൾ കൊളായി പോയാലോ. അതുകൊണ്ട് എന്താ, ഇനിയിപ്പോൾ രാവിലെ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എണീക്കണം.
5 മണിക്ക് എണീക്കണം, രാവിലെ വൈകിട്ടും പൂജ ചെയ്യണം. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഞങ്ങൾ മെയിൻലി ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചതിൻ്റെ മെയിൻ കാരണം അപ്പുവാണ്. അപ്പൂനും വേണ്ടിയിട്ടും അവന് നല്ല പുതിയ പുതിയ കാഴ്ചകൾ, നമ്മൾ എല്ലാ സെലിബ്രേഷൻസും എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് മെയിൻലി അപ്പൂനെ കരുതിയാണ് ഞങ്ങളിത് ചെയ്തത്. അവൻ ഇപ്പം തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്യാൻ പുറത്തൊക്കെ കയറി കളിക്കുമായിരുന്നു. ഒരു സ്റ്റെപ്പ് ഒരു ഉപഹാരം കഴിഞ്ഞ് വിളിച്ചെടുത്തിട്ട് പോയതേ ഉള്ളൂ. അപ്പം ഇതെല്ലാം സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തിട്ട് അത് ഷോ യു, ഞങ്ങളെ പറ്റുവാണെങ്കിൽ വീഡിയോസ് എല്ലാം സെറ്റ് ചെയ്ത വീഡിയോസ് കാണിച്ചു തരാം. ഓക്കെ. ഗജലക്ഷ്മി, ലക്ഷ്മി, ആദിലക്ഷ്മി കഴിഞ്ഞാൽ അയ്യോ അതെ വീഡിയോ ഒക്കെ അവ എടുക്കണം സ്വന്തമായിട്ട്. അവിടെ വയ്ക്കുവോ? സംഭവം കാണിച്ചതാണ് കേട്ടോ. അപ്പു ഉറങ്ങുന്നില്ലേ? അപ്പുന് ഉറക്കം വരുന്നില്ലേ? നമ്മള് ഡോളെല്ലാം സെറ്റ് ചെയ്ത് ഒരുവിധം കഴിഞ്ഞു അല്ലേ? ബാക്കി രാവിലെ. സോ അങ്ങനെയെല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി പോയി ഉറങ്ങണം. അത് കഴിഞ്ഞ് രാവിലെ എണീച്ചിട്ട് ബാക്കിയുള്ള പ്രോസസ്സുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ദേവിയെ സ്ഥാപിച്ചതിന് ശേഷം ഞങ്ങൾ ഈവനിങ് ദേവിയെ ഒരുക്കി ഇരുത്തുന്നത് തൊട്ടുള്ള കാഴ്ചകളായിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞതുപോലെ ദേവിയെ കലശം കൊടുത്തിരുത്തി അത് കൂട്ടി ദേവിയെ ഒരുക്കിയിരുത്തുന്ന ചടങ്ങാണ്. ഒരുക്കിയിരുത്തി ദീപാരാധന കൊടുക്കുന്നുണ്ട്. ദീപാരാധന കൊടുത്ത് നിവേദ്യം അർപ്പിച്ചാണ് ഞങ്ങളിതിനെ തുടങ്ങുന്നത്. ഇനി 9 ദിവസങ്ങളും ഈ ഒരു എന്താ പറയുക ഈ ഒരു സിസ്റ്റം ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്. ഞങ്ങളങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബർ 22 ആയിരുന്നു. അന്നാണ് ഡേ 1 ഒരുക്കിയിരുന്ന കാഴ്ചകൾ ഞങ്ങൾ പറഞ്ഞതൊക്കെ. ആദ്യമേ ഞങ്ങൾ നിവേദ്യം കൊടുത്തത് കടലയാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം നവധാന്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ധാന്യം ഒരു ഐറ്റം വെച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ ദേവിക്ക് നിവേദ്യം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ ഉള്ള 9 ദിവസങ്ങളിൽ ഓരോരോ ഐറ്റംസായിട്ട് നമുക്ക് നിവേദ്യം നൽകാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമ്മൾ മനസ്സിൽ എന്താണോ കരുതുന്നത് അതിനനുസരിച്ച് നിവേദ്യം നൽകാം. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്ന അറിവുകൾ വെച്ച് മാത്രം ചെയ്യുന്നതാണ്. ഇതിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ബട്ട് ഫസ്റ്റ് ടൈം ചെയ്യുന്നതിൽ ഞങ്ങൾ ഈ കണ്ട കാഴ്ചകളൊക്കെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. ബിക്കോസ് ഔട്ട്കം ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും നല്ലതായിട്ട് വന്നത് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. അതുപോലെ ഞങ്ങളുടെ മോനും ഭയങ്കര ഹാപ്പിയായി. അവനെ കരുതിയിട്ട് ഞങ്ങൾ മെയിൻലി ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനമെടുത്തു. പക്ഷെ അവനും അതിൻ്റെ കൂടെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. വിളക്കൊക്കെ കത്തിച്ചപ്പോൾ പോയി അപ്പൻ്റെ കൂടെ നിന്ന് വിളക്കൊക്കെ കത്തിക്കാൻ അപ്പനെ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഹീ ഈസ് ഓൾസോ ഇൻട്രസ്റ്റഡ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയായി.